ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മധുര ദോശ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഒരു വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണിത്. കറിയൊന്നുമില്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് ദോശ ബാറ്ററാണ്. അപ്പോൾ രാവിലെയൊക്കെ നമ്മൾ ഇഡ്ഡലിയോ ദോശയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഈവനിങ്ങിൽ അത് ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് ദോശ ബാറ്റർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒരു ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ഒരു റോബസ്റ്റ പഴം ഉണ്ടെങ്കിൽ അതെടുക്കാം. നേന്ത്രപ്പഴം ആണെങ്കിൽ പുഴുങ്ങിയതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് പഴമൊക്കെ ചെറിയ കഷ്ണങ്ങളായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് പേസ്റ്റ് പോലെ അടിച്ചെടുത്ത് കൊണ്ടുവരാം. നല്ലതുപോലെ പേസ്റ്റാക്കി അടിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 കപ്പ് ദോശ ബാറ്ററിനാണ് 1/2 കപ്പ് പഞ്ചസാര എടുത്തിരിക്കുന്നത്. മധുരം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചേർത്ത് കൊടുക്കാം, കുറച്ച് കൂടുതലായിട്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം, ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ സൈഡിൽ നിന്നൊക്കെ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാം, അല്ലെങ്കിൽ പെട്ടെന്ന് അടിഭാഗം കരിഞ്ഞു പോവും. അപ്പോൾ നമുക്ക് ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇവിടെ ചെറുതായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പം നല്ലതുപോലെ മെൽറ്റായി വന്നതിന് ശേഷം ഇതിൻ്റെ കളറൊന്ന് ചെറുതായിട്ട് ചേഞ്ച് ചെയ്ത് ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് ചെറിയൊരു പത വരണ സമയത്ത് നമുക്കിതിലേക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയൊരു പത വരണ സമയത്ത് നമുക്കിതിലേക്ക് 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊക്കെ ഇപ്പോൾ തന്നെ ഒന്ന് മാറി കിട്ടിക്കോളും. നമ്മൾ പ്ലം കേക്കിനൊക്കെ ഉണ്ടാക്കുമ്പോൾ കാരമലൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുപോലെ നല്ലതുപോലെ ഒന്ന് എല്ലാം മെൽറ്റായി വരുന്നത് വരെ, ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ മിക്സ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതും കൂടെ ഇതിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പം നല്ലതുപോലെ പഴമൊക്കെ ഇതിനകത്തേക്ക് ചേർന്ന് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി വരണ വരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് നമുക്ക് ഇത് ചൂടോട് കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ബാറ്ററിലേക്ക് ഈ പഴവും അതുപോലെ തന്നെ പഞ്ചസാരയുടെ കൂട്ടമൊക്കെ നല്ലതുപോലെ മിക്സ് ആവുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഓൾറെഡി ഞാൻ ഇതിനകത്തേക്ക് ചെറിയ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് നിങ്ങൾ ഇട്ടിട്ടില്ലെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലതുപോലെ മിക്സായി വരണം. ഈ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ദോശാമാവ് ഭയങ്കര പുളിയുള്ള ദോശാമാവാണെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത്രക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അധികം പുളിപ്പില്ലാത്ത ദോശ ബാറ്റർ ആണെങ്കിൽ നമുക്ക് നല്ലൊരു ടേസ്റ്റിലുള്ള മധുരദോശ തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ ചുടുന്നത് പോലെ നമുക്ക് ദോശ ചുട്ടെടുക്കാം. ചൂടായ ദോശയുടെ പാനിലേക്ക് നമുക്ക് ഇതുപോലെ ഓരോ കയ്യിലായിട്ട് കോരി ഒഴിക്കാം. ഇത് നമുക്ക് മൂടിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചെറിയ ചെറിയ തന്നെ ഹോൾസ് ഇതിൽ വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഹോൾസൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം നമുക്ക് കറിയൊന്നും കൂടാതെ തന്നെ ദോശമാവ് ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.